Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിടുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPIM മാർച്ച് സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് CPIM മാർച്ച് നടത്തി. പരിയാരം ടൗണിൽ നിന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗികൾക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമായി പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നൽകുന്ന വിധത്തിലുള്ള ചികിത്സ ലഭിക്കുന്ന സ്ഥാപനമായി ഈ പരിയാരം മെഡിക്കൽ കോളേജ് മാറി. അതിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് രോഗികളാണ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ അതിന്റെ വികസനത്തിന് വേണ്ടി LDF സർക്കാർ ഇടപെട്ടു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനമാക്കി സ്ഥാപനത്തെ മാറ്റി. അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനം നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് LDFന്റെ സമയത്ത് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെന്റായിരുന്നു നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡില്ല, അതിൽ ഇവിടുത്തെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡില്ല. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടർ പോയി. OPയിൽ വനിതാ ഡോക്ടറോട് അതിക്രമം കാണിച്ച NGO അസോസിയേഷൻ നേതാക്കൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക, ഭരണവിലാസം സംഘടനകളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക, അന്യായമായ പിരിച്ചുവിടൽ നടപടിയിൽ നിന്ന് അധികൃതർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം K സന്തോഷ് അധ്യക്ഷനായി. മാടായി ഏരിയ സെക്രട്ടറി M ശ്രീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K പത്മനാഭൻ, PK ശ്യാമള, CM കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സതീഷ് ബാബു പയ്യന്നൂർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സതീഷ് ബാബു പയ്യന്നൂർ ജന്മദിന സ്മൃതി സംഗമവും സ്മാരക പുരസ്കാര സമർപ്പണവും നടന്നു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയും നൃത്തത്തെയും നാടകത്തെയും സിനിമയെയും എല്ലാം സംഗമിക്കുന്ന ഒരു സജീവമായ സാംസ്കാരിക ഇടമായിട്ട് മാറി. ഒരു കെട്ടിടത്തെ ജീവസുറ്റ ഒരു സാംസ്കാരിക ഇടമാക്കി മാറ്റണമെങ്കിൽ അതിന് ഭരണപരമായ കഴിവുകൊണ്ട് മാത്രം കഴിയില്ല. അതിനൊരു ദർശനത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ആ ദർശനം ഉണ്ടായിരുന്ന ആളായിരുന്നു
ഭാരത് ഭവൻ എന്ന ഒരു കെട്ടിടത്തെ ജീവസുറ്റ സാംസ്കാരിക ദർശനത്തിന്റെ ഇടമാക്കി മാറ്റിയ എഴുത്തുകാരനാണ് അന്തരിച്ച സതീഷ് ബാബു പയ്യന്നൂർ എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സതീഷ് ബാബു പയ്യന്നൂർ ജന്മദിന സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനവും സാഹിത്യ പുരസ്കാരം വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഭാരത് ഭവൻ എന്ന സർക്കാർ സ്ഥാപനത്തെ സാഹിത്യം, കല, നൃത്തം, സംഗീതം, നാടകം, സിനിമ എന്നിവയുടെ സജീവമായ സാംസ്കാരിക ഇടമാക്കി മാറ്റാൻ മെമ്പർ സെക്രട്ടറിയായിരുന്ന സതീഷ് ബാബു പയ്യന്നൂരിന് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. തന്റെ ആറടിപ്പൊക്കത്തിന് അനുയോജ്യമായ വിധത്തിൽ വിനയത്തിനും സൗഹൃദത്തിനും പൊക്കമുണ്ടാകണമെന്ന് അദ്ദേഹം വിശ്വസിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു എഴുത്തുകാരൻ ഭൗതികമായി ഇല്ലാതായാലും അദ്ദേഹത്തിന്റെ രചനകൾ നിലനിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ് സതീഷ് ബാബു പയ്യന്നൂരിന്റെ നോവലുകളെന്നും മന്ത്രി പറഞ്ഞു. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന സതീഷ് ബാബു പയ്യന്നൂർ സ്മാരക പുരസ്കാരം മന്ത്രി പി.സി. വിഷ്ണുനാഥിൽ നിന്നും നോവലിസ്റ്റ് സി.വി. ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. മുൻ മന്ത്രി കെ.സി. ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ, കഥാകൃത്തുക്കളായ എം. രാജീവ് കുമാർ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, സന്തോഷ് ഏച്ചിക്കാനം, കവി ആർ.കെ. ദാമോദരൻ, ശങ്കർ രാമകൃഷ്ണൻ, വി.വി. പ്രഭാകരൻ, സെബാസ്റ്റ്യൻ, എൽ.വി. ഹരികുമാർ, ഗീതാ ബക്ഷി, പി.എം. ബിനുകുമാർ, ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അനിൽകുമാർ ഇ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ഉസ്താദ് ഹസൻ ബായ് ഷഹനായ് വാദനം നടത്തി. സി.വി. ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. മാടായി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണത്തിൽ ഗുരുതര നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 50,000 രൂപ പിഴ ഈടാക്കി. PV ബിൽഡിംഗിലെ ക്വാർട്ടേഴ്സിലാണ് സ്ക്വാഡ് പരിശോധന നടത്തി പിഴ ഈടാക്കിയത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള PV അബൂബക്കർ, SV മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള PV ബിൽഡിംഗ് ക്വാർട്ടേഴ്സിലാണ് സ്ക്വാഡ് പരിശോധന നടത്തി മാലിന്യ സംസ്കരണത്തിൽ ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 50,000 രൂപ പിഴ ഈടാക്കിയത്. കാലങ്ങളായി യാതൊരു മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഒരുക്കാതെ പ്രദേശം മലിനപ്പെടുത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. 30ഓളം മുറികൾ അടങ്ങിയ ക്വാർട്ടേഴ്സിൽ യാതൊരു മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഒരുക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയും കത്തിക്കുകയും ഉപയോഗശേഷമുള്ള മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നതായും കെട്ടിട ഉടമസ്ഥർ യാതൊരു മാലിന്യ സംസ്കരണ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ ക്രമീകരണങ്ങളോട് സഹകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സ്ക്വാഡ് കണ്ടെത്തി. ഉടൻ തന്നെ സമീപ പ്രദേശത്ത് തള്ളിയ മാലിന്യം നീക്കി ശാസ്ത്രീയമായി സംസ്കരിക്കുവാനും മറ്റ് ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ കെട്ടിടത്തിൽ ഒരുക്കുവാനും സ്ക്വാഡ് കർശന നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് നിധിൻ PN, ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്രന്റീസ് സുധ A എന്നിവർ പങ്കെടുത്തു. പരിസര ശുചിത്വവും മാലിന്യ സംസ്കരണ നിയമങ്ങളും പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്ന് സ്ക്വാഡ് വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിൽ നടന്ന കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ബഹുജന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിൽ നടന്ന കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ആ നെൽകൃഷിക്കാരെ നിലനിർത്തണമെങ്കിൽ വളത്തിന് സബ്സിഡി കൊടുക്കണം, നെല്ല് ഗവൺമെന്റ് സംഭരിക്കണം, അധ്വാനത്തിന്റെ ഫലം നെൽകൃഷിക്കാർക്ക് കൊടുക്കണം. ഇന്ത്യയിലെ പ്രശസ്തനായ കാർഷിക വിദഗ്ധൻ, ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുട്ടനാടുകാരനാണ്, സ്വാമിനാഥൻ കമ്മീഷൻ. അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിൽ താമസമാക്കി. തമിഴ്നാട്ടിൽ അദ്ദേഹം ഈ കാർഷിക ഗവേഷണത്തിൽ ലോകപ്രസിദ്ധനാണ്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തിമിരി ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ബഹുജന പ്രകടനം ടൗണിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു, P. ജനാർദ്ദനൻ, KR ജയാനന്ദ, P. മുഹമ്മദ് റാഫി, MV കോമൻ നമ്പ്യാർ, TPK രഘുദേവൻ മാസ്റ്റർ, M. രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു.
ഒരു വർഷം മുഴുവനുമുള്ള കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയാണ് നിറയുത്സവം കൊണ്ടാടുന്നത്. ഞാറ്റുവേലക്കാലം കഴിഞ്ഞ് നെൽച്ചെടികൾ പൂക്കുമ്പോഴാണ് ഇല്ലംനിറ ആഘോഷിക്കുന്നത്. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്നും ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നിറയുത്സവം. ക്ഷേത്രത്തിൽ നിന്നും വിളക്കും അകങ്കാവൽക്കാരനും കണക്കപ്പിള്ളയും പരിവാരങ്ങളും വാദ്യക്കാരുടെ അകമ്പടിയോടെ കേളോത്ത് ആണ്ടാംകണ്ടം കതിരുവെക്കും തറയിലെത്തി. ചടങ്ങ് പൂർത്തീകരിക്കേണ്ട പട്ടോല പൊതുവാളും തെക്കടവൻ മണിയാണിയും ചാലേൻ തറവാട്ടുകാരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. പയ്യന്നൂർ പെരുമാളീശ്വരന്റെ തൃക്കൊട്ടാരം നിരപ്പാൻ കതിരുണ്ടോ തെക്കടവൻ മണിയാണി. പയ്യന്നൂർ പെരുമാളീശ്വരന്റെ തൃക്കൊട്ടാരം നിരപ്പാൻ കതിരുണ്ടോ തെക്കടവൻ മണിയാണി. പയ്യന്നൂർ പെരുമാളീശ്വരന്റെ തൃക്കൊട്ടാരം നിരപ്പാൻ കതിരുണ്ടോ തെക്കടവൻ മണിയാണി. ഇളനീർ വെള്ളം തെളിച്ച് ശുദ്ധി വരുത്തിയ കതിർക്കുലകൾ പയ്യന്നൂർ സോമേശ്വരി ക്ഷേത്രത്തിലേക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കും മാറ്റിവെച്ച് ബാക്കിയുള്ളവ ഭക്തജനങ്ങൾക്കും നൽകി. നമസ്കാര മണ്ഡപത്തിലെത്തിച്ച കതിർക്കുലകൾ ക്ഷേത്രം മേൽശാന്തി നിറയോലത്തിൽ ചേർത്തുകെട്ടി ശ്രീലകത്തും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. ഒരു വർഷം മുഴുവനുള്ള കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയാണ് നിറയുത്സവം കൊണ്ടാടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആത്മീയതയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും അപൂർവ സംഗമവേദിയാണ് ഉദിനൂർ കൂലം ക്ഷേത്രാങ്കണം. രാമവില്യം കഴകം ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായ പി പത്മനാഭൻ വെളിച്ചപ്പാടൻ ഇവിടെ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷി പ്രദേശത്ത് വലിയ ശ്രദ്ധ നേടുകയാണ്. ഒരു വർണ്ണവിസ്മയ കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെ വെളിച്ചപ്പാടനായ പി പത്മനാഭൻ വെളിച്ചപ്പാടൻ. ഉദിനൂർ കൂലത്തെ ക്ഷേത്രമുറ്റത്തൊരുക്കിയ വർണ്ണ കാഴ്ചയാണിത്. തൃക്കരിപ്പൂർ ഉദിനൂർ കൂലം ക്ഷേത്രാങ്കണത്തെ വർണ്ണാഭമാക്കുന്ന ഈ മനോഹര പൂന്തോട്ടത്തിന് പിന്നിൽ പി പത്മനാഭൻ വെളിച്ചപ്പാടിന്റെ കഠിനാധ്വാനവും കൃഷിയോടുള്ള തീവ്രമായ പ്രണയവുമാണ്. ഏകദേശം 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ നട്ടുവളർത്തിയിട്ടുള്ളത്. തൈ നടുന്നത് മുതൽ നനയ്ക്കൽ, കളപറിക്കൽ, വളപ്രയോഗം തുടങ്ങിയ പരിപാലന ജോലികളെല്ലാം പത്മനാഭൻ വെളിച്ചപ്പാടൻ ഒറ്റയ്ക്കാണ് നിർവഹിക്കുന്നത്. ക്ഷേത്രപാലക ക്ഷേത്രം തിരുമുറ്റത്ത് ഇങ്ങനെ ഒരു പൂങ്കാവനം ഉണ്ടാക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദേവീദേവന്മാരുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം ചെറിയ രീതിയിൽ ചെയ്തിരുന്നു. ഇപ്രാവശ്യം 1000 തൈകളാണ് ഈ പൂങ്കാവനത്തിൽ നട്ടിട്ടുള്ളത്. അത് ചെറിയ ചാലുകളായി തണ്ടുമറിച്ചതിന് ശേഷമാണ് ഈ 1000 തൈകൾ ലൈൻ പിടിച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് 1000 തൈകൾ നട്ടത്. തൈകൾ നട്ട് 10 ദിവസത്തിന് ശേഷം തൈകൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത തൈകൾ നടാം. അതിനുശേഷം പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് കലക്കി സ്പ്രേ ചെയ്ത് തളിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഈ കീടബാധ വരുന്നത് കൊണ്ടാണ്. അതുമല്ല, കൂടുതൽ അത് സ്പ്രേ ചെയ്താൽ വളം കിട്ടുകയും ചെയ്യും. തൈകൾക്ക് കൂടുതലായി വളരുകയും ചെയ്യും. ഈ കട്ട് ചെയ്തതിന് ശേഷം എല്ലോടി, ജൈവവളം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഈ മിശ്രിതങ്ങൾ ചേർത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി തണ്ടുമറിക്കുക. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി വളങ്ങൾ ചേർത്തതിന് ശേഷം ആദ്യം തണ്ടുമറിക്കുക. അപ്പോൾ 2-3 പ്രാവശ്യമാണ് ഈ ചെറിയ തൈകൾക്ക് വളം നൽകുന്നത്. ഈ 3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും ഏകദേശം പകുതി ഭാഗത്തോളം തൈകളുടെ വളർച്ച എത്തിയിട്ടുണ്ടാകും. പിന്നെ എല്ലാം ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പം സ്പ്രേ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെയ്യും. പിന്നെ രണ്ടാമത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്യും. പിന്നെ ചെടികൾ പൂക്കുന്നതിന് 20 ദിവസം മുമ്പിലെ എല്ലാ ചെടികളും ഒരുപോലെ പൂക്കുവാൻ വേണ്ടി വേറെ ഒരു മൈക്രോ ന്യൂട്രിയൻസ്, അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാമെങ്കിൽ തൂക്കി വാങ്ങുന്ന സാധനമാണ്. 1 ഗ്രാമിന് 1 രൂപ, 100 ഗ്രാമിന് 100 രൂപ. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഏകദേശം വിളവെടുക്കാനാകുമ്പോഴേക്ക് ഒരു 70 ദിവസം നമുക്ക് കിട്ടും. 70 ദിവസം ആകുമ്പോഴേക്കും ഏകദേശം ഫുള്ളായിട്ട് പൂ പിടിക്കും.
മുൻപും കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയിരുന്നു. അന്ന് നാട്ടുകാരിൽ നിന്നും ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും ലഭിച്ച മികച്ച പ്രോത്സാഹനവും അഭിനന്ദനങ്ങളുമാണ് ഇത്തവണ കൂടുതൽ വിപുലമായ രീതിയിൽ കൃഷിയിറക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ചെടികൾ നട്ടതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സെൻട്രലിൽ നിന്ന് നോക്കിയാൽ 4 ചതുരങ്ങളാണ്. ഇത് ഒരു മൂലയിൽ നിന്ന് 4 മൂലയിൽ നിന്ന് നോക്കിയാൽ 4 ഡൈമനുകളായി മാറും. മഞ്ഞയ്ക്ക് എതിരെ മഞ്ഞയും ചുവപ്പിനെതിരെ ചുവപ്പുമാണ്. ആ ഒരു പ്രത്യേകത ഇതിനുണ്ട്. നേരത്തെ തൃക്കരിപ്പൂരിൽ കാരറ്റ് കൃഷി നടത്തി വൻ വിജയം കൊയ്ത ചരിത്രവും ഈ സജീവ കർഷകനുണ്ട്. നിലവിലെ ചെണ്ടുമല്ലി കൃഷിക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. വരും വർഷത്തിൽ ക്ഷേത്രമുറ്റത്തെ പൂക്കൃഷി ഇതിലും വലിയ രീതിയിൽ വിപുലീകരിക്കാനാണ് പത്മനാഭൻ വെളിച്ചപ്പാടിന്റെ തീരുമാനം. ഓണക്കാലത്ത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെ നിരവധി പേരാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ 1000-ഓളം തൈകൾ ക്ഷേത്രമുറ്റത്ത് നട്ട് വ്യത്യസ്തനാവുകയാണ് പി പത്മനാഭൻ വെളിച്ചപ്പാട്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഓണക്കാലത്ത് പയ്യന്നൂർ ടൗണിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കുകൾ പരിഹരിക്കുന്നതിനു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൊതുജനങ്ങളും ഡ്രൈവർമാരും നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ അഭ്യർത്ഥിച്ചു. ഓണക്കാലത്ത് പയ്യന്നൂർ ടൗണിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കുകൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ സൗകര്യപ്രദമായ രീതിയിൽ യാത്ര സുഗമമാക്കുകയാണ് ഈ നടപടികളുടെ ലക്ഷ്യം. വാഹന നിയന്ത്രണത്തിന് പോലീസിനെ സഹായിക്കാൻ മുനിസിപ്പാലിറ്റി DLR തൊഴിലാളികളുടെ സേവനം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികളെ ട്രാഫിക് ഡ്യൂട്ടിക്ക് വളണ്ടിയർമാരായി നിയോഗിക്കും. പ്രധാന പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഇവയൊക്കെയാണ്. കാറുകളും മറ്റ് വലിയ സ്വകാര്യ വാഹനങ്ങളും നിർദ്ദിഷ്ട സ്കൂൾ ഗ്രൗണ്ടുകൾ, BKM പരിസരം, KSRTC സ്റ്റാൻഡ് പരിസരം, NRE ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. ഇരുചക്രവാഹനങ്ങൾ, ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കുമായി അനുവദിച്ചിട്ടുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ മാത്രം വാഹനം നിർത്തണം. ഓട്ടോ ടാക്സി വാഹനങ്ങൾ, അംഗീകൃത ടാക്സി സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മാത്രമേ സർവീസ് നടത്താവൂ. ട്രാഫിക് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും: നോ പാർക്കിംഗ് മേഖലകൾ. തിരക്കേറിയ പ്രധാന കവലകളിലും ഇടുങ്ങിയ റോഡുകളിലും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചു. വൺവേ സംവിധാനം. വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിനായി പ്രമുഖ റോഡുകളിൽ വൺവേ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ് സർവീസുകൾ. പ്രൈവറ്റ് KSRTC ബസ്സുകൾ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റോപ്പുകളിൽ മാത്രമേ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. ചരക്ക് വാഹനങ്ങൾ. നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾക്ക് തിരക്കുള്ള പ്രത്യേക സമയങ്ങളിൽ പ്രവേശന വിലക്കും നിയന്ത്രണവും ബാധകമായിരിക്കും. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പൊതുജനങ്ങളും ഡ്രൈവർമാരും പോലീസിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർമാൻ P ശ്യാമള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീബ, M രാമകൃഷ്ണൻ, സെക്രട്ടറി അനീഷ് അരവിന്ദ്, SI രമേശൻ, പ്രിയേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളിയിൽ പുതിയ രുചിവസന്തമൊരുക്കി ഫെസ്റ്റീവിയ ബേക്സ് ആൻഡ് ബിയോണ്ട് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി നേവൽ അക്കാദമി റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശത്തായി പുതുതായി ആരംഭിച്ച ഫെസ്റ്റീവിയ ബേക്സ് ആൻഡ് ബിയോണ്ട് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശവാസികൾക്ക് വൈവിധ്യമാർന്ന കേക്കുകൾ, നിലവാരമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ മികച്ച ഗുണനിലവാരത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു പുതിയ രുചി അനുഭവം ഇനി നിങ്ങളുടെ അടുത്തേക്ക് എന്ന സന്ദേശവുമായാണ് ഫെസ്റ്റീവിയ ബേക്സ് ആൻഡ് ബിയോണ്ട് നാടിന് സമർപ്പിച്ചത്.
ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാര സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും നിരവധി നാട്ടുകാരും പങ്കെടുത്തു. നാടിന്റെ ബേക്കറി മേഖലയിൽ വേറിട്ട രുചികളും മികച്ച സേവനവും സമ്മാനിക്കാൻ സ്ഥാപനത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ ഓണം ഖാദി മേള സംഘടിപ്പിച്ചു. ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ രാജൻ സ്ക്വയറിൽ ഓണം ഖാദി മേള ആരംഭിച്ചു. ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ സൗമ്യ അധ്യക്ഷയായി. പി രാധാകൃഷ്ണൻ, അരുൺ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സഹകരണ ബാങ്കുകൾ വഴി നൽകിവരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BKMU തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകൾ വഴി നൽകി വന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BKMU തൃക്കരിപ്പൂർ മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. തൃക്കരിപ്പൂർ CPI ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് ടൗൺ ചുറ്റി വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് നടന്നത്. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനുള്ള സമൂഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സംസ്ഥാനത്തെ UDF സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പുതിയ തീരുമാനമെന്ന് CP ബാബു ആരോപിച്ചു. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി CV വിജയരാജ്, P വിജയകുമാർ, രവീന്ദ്രൻ മാണിയാട്ട്, A അമ്പൂഞ്ഞി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എടനാട് തിരുവർക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ 2027 ജനുവരിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണപ്രശ്നം ക്ഷേത്രം ഭണ്ഡാരപുരയിൽ ആരംഭിച്ചു. പ്രശ്നചിന്തയ്ക്ക് മുന്നോടിയായി ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ചുചാർത്തൽ ചടങ്ങ് നടന്നു. എടനാട് തിരുവർക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ 20 വർഷങ്ങൾക്ക് ശേഷം 2027 ജനുവരി 10, 11, 12, 13 തീയതികളിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണപ്രശ്നം ക്ഷേത്രം ഭണ്ഡാരപുരയിൽ ആരംഭിച്ചു. പ്രശ്നചിന്തയ്ക്ക് മുന്നോടിയായി ക്ഷേത്ര തിരുമുറ്റത്ത് ജന്മാരി ജ്യോതിഷിയുടെ കാർമ്മികത്വത്തിൽ വെച്ചുചാർത്തൽ ചടങ്ങ് നടന്നു. സദനം നാരായണ പൊതുവാൾ, ആലപ്പടമ്പ് ശ്രീഹരി നമ്പ്യാർ, ജന്മാരി ജ്യോതിഷി ഉമേഷ് എന്നിവരാണ് പ്രശ്നചിന്തയ്ക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രം തന്ത്രി, കാരണവന്മാർ, ആചാരക്കാർ, ക്ഷേത്രാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണപ്രശ്നചിന്ത ശനിയാഴ്ചയും തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി ചെറുതാഴം പഞ്ചായത്ത് സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവനി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ചെറുതാഴം പഞ്ചായത്ത് സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവനി ഉദ്ഘാടനം നിർവഹിച്ചു. 293 യൂണിറ്റ് ഘടകങ്ങളും അതിന്റെ സമ്മേളനം നടത്തി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉപരി സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പഞ്ചായത്ത് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങളും നടന്നു വരികയാണ്. ജില്ലയിൽ 18 ഏരിയകളാണ് നമ്മൾക്കുള്ളത്. ഈ 18 ഏരിയകളിലെ 9 സമ്മേളനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. മാടായി ഏരിയ ഉൾപ്പെടെയുള്ള ജില്ലാ സമ്മേളനം തലശ്ശേരിയിൽ വെച്ച് നടത്താനാണ് നമ്മൾ ആലോചിച്ചത്. ചടങ്ങിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KC രഘുനാഥ്, TC വിൽസൺ, KV ഉണ്ണികൃഷ്ണൻ, M രാമചന്ദ്രൻ, MK തമ്പാൻ, TP മധുസൂദനൻ, C രാജീവൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. പിലാത്തറ ഹൈവേ കോൺക്രീറ്റ് തൂണുകൾ പുനർനിർമ്മിച്ചുകൊണ്ട് പാർക്കിംഗ് സൗകര്യവും വ്യാപാര സൗകര്യവും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഓഗസ്റ്റ് 16 നടക്കും. മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച PCB അനുമോദനവും
സ്കോളർഷിപ്പ് വിതരണവും നടത്തും. വെള്ളൂർ ചന്തംകുഞ്ഞി സ്മാരക ഹാളിൽ രാവിലെ 10-ന് മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ സരിൻ ശശി അധ്യക്ഷത വഹിക്കും. C കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രൊഫസർ E കുഞ്ഞിരാമൻ സ്മരണിക പ്രകാശനം നടത്തും. U നാരായണൻ ഏറ്റുവാങ്ങും. എൻഡോമെന്റ് വിതരണം E മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 10-ന് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PP ഭാസ്കരൻ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസേതര പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. സ്വയം പ്രതിരോധ പരിശീലനം ബോക്സിംഗ് താരം ജയകുമാർ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ T സരോജിനി, കൺവീനർ T കാഞ്ചന, ട്രഷറർ T അജയകുമാർ, വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ T വനജ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം VS സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ M ദിലീപ് കുമാർ എഴുതിയ ചൂട്ടാല നോവൽ പ്രകാശനം മാതമംഗലത്ത് നടന്നു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി അശോകൻ ചെരുവിൽ പ്രകാശനം നിർവഹിച്ചു. ഒരു ദേശത്തിന്റെ അറിയപ്പെടാത്ത മനുഷ്യജീവിതങ്ങളെയും ചരിത്ര സന്ദർഭങ്ങളെയും വായനക്കാരിലെത്തിക്കുന്ന M ദിലീപ് കുമാറിന്റെ ചൂട്ടാല നോവൽ പ്രകാശനത്തിന് ഒരു നാടാകെ ഒഴുകിയെത്തി. നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ നോവൽ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ നിതീഷ് നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. മലയാളത്തിലെ ആദ്യത്തെ കഥ എഴുതിയ ആളുടെ എന്നാണ് വേങ്ങി കുഞ്ഞിരാമൻ നായരുടെ വാസനാകൃതി ആണ് ആദ്യത്തെ കഥയായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഥയും നോവലും രണ്ട് സാഹിത്യശാലകളാണെങ്കിൽ തന്നെയും രണ്ട് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഈ നാട്ടിൽ തന്നെ സാഹിത്യത്തോട് കലയോട് ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്ന ഒരു പ്രാദേശിക ചരിത്രമുണ്ട്. C സത്യപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MV ഷാജി പുസ്തക പരിചയം നടത്തി. MK മനോഹരൻ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സുധാമണി, P ദാമോദരൻ, CP രമേശൻ, സുനുകുമാർ, MV സുരേഷ്, P ശ്രീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രകാശന ചടങ്ങിന് മുൻപ് തന്നെ 2ാം പതിപ്പിലേക്ക് കടന്നു എന്ന സവിശേഷതയും ഈ പുസ്തകത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്റർ, ആയുഷ് ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സഹകരണത്തോടുകൂടി പയ്യന്നൂർ എടാട്ട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വെച്ച് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഒയിസ്ക സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം ചെയ്തു. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്റർ, ആയുഷ് ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സഹകരണത്തോടുകൂടി പയ്യന്നൂർ എടാട്ട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വെച്ച് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഒയിസ്ക സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം നിർവഹിച്ചു. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ചിലപ്പോഴേ ഞാൻ പോകാറുണ്ട്. വളരെ സുന്ദരമായ ഒരു സീനിക് ബ്യൂട്ടി നമുക്ക് ഈ അറൗണ്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ഈ സസ്യലതാദികൾ, പ്ലാന്റ്സ്, അതുപോലെ ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, ആനിമൽസ്, ഇതെല്ലാം നമ്മുടെ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ഒയിസ്ക ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രാജേന്ദ്രൻ K മുഖ്യഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക സ്മിത K, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV അനിത, ഒയിസ്ക കണ്ണൂർ ചാപ്റ്റർ സെക്രട്ടറി CK മനോജ്, ശ്രീകല G എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീത TM ആരോഗ്യ ക്ലാസും ഷൈജു യോഗ ക്ലാസിനും നേതൃത്വം നൽകി. 200ഓളം വളണ്ടിയർമാർ പങ്കെടുത്ത പരിപാടിയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, ക്വിസ് മത്സരം, ഔഷധ സസ്യ പോസ്റ്റർ മത്സരം, റംബൂട്ടാൻ തോട്ട നിർമ്മാണം, റംബൂട്ടാൻ തൈകളുടെ വിതരണം, ബോധവൽക്കരണ ക്ലാസുകൾ, തൊഴിൽ പരിശീലനം എന്നിവ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കിണറ്റിൽ വീണ കുട്ടിയെ സമയോചിതമായി ഇടപെട്ട് രക്ഷിച്ച OK രാജേഷിനെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നവലക്ഷ്മി വെള്ളൂരിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
കിണറ്റിൽ വീണ കുട്ടിയെ സമയോചിതമായി ഇടപെട്ട് രക്ഷിച്ച OK രാജേഷിനെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നവലക്ഷ്മി വെള്ളൂരിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അനുമോദന സമ്മേളനം വാർഡ് കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവലക്ഷ്മി വെള്ളൂർ പ്രസിഡന്റ് M മനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K സുനിൽകുമാർ, OK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.